ഇടതൂർന്ന വനമേഖലയിൽ മലനാടും ഇടനാടും അപ്പർ കുട്ടനാടും ചേർന്ന ഒരു ഭൂവിഭാഗമായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് പ്രായം 15. പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ ഗോളാന്തരീയ വിഷയങ്ങൾ വരെ സ്വാധീനിക്കപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ ജനതയാണിവിടെ. ഇടുക്കി, അടൂർ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന സമയത്ത് വലതു വിട്ടൊന്ന് ചിന്തിക്കാതിരുന്നവർ സ്വന്തം മേൽവിലാസമായ പത്തനംതിട്ട മണ്ഡലം ജനിച്ചതിന്റെ 15 വയസ്സിനിടയ്ക്ക് നിഗമനങ്ങൾ അപ്രാപ്യമാക്കുന്ന തീരുമാനങ്ങളിലൂടെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ച പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ 2 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനമാകെ ചൂട് പിടിച്ച വിഷയങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടു. ആറന്മുള വിമാനത്താവളവും ശബരിമലയുമെല്ലാം ഓരോ ഘട്ടങ്ങളിലും പത്തനംതിട്ടയെ വാനിൽ കത്തിച്ചു നിർത്തി. 10 വർഷത്തിനിടെ വലതുകോട്ടയിൽ കാര്യമായ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 3 MLA-മാർ UDF-നും 4 പേർ LDF-നും ഉണ്ടായിരുന്നിടത്ത് നിന്ന് മണ്ഡലം ഇടത് ആധിപത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടുമാറി എത്തിയതോടെ 2021 തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും LDF-ന് കീഴടക്കി. ഒരു കാലത്ത് UDF-ന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ജില്ലയിൽ അവരുടെ ശക്തി കേന്ദ്രമായി തുടരുന്നത് ലോക്സഭാ മണ്ഡലം മാത്രമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ മുഖമാണ് എന്നൊരു സവിശേഷതയുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF-ന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശകലനങ്ങളുണ്ടായിരുന്നു. കിഫ്ബി പോലുള്ള പല ഡിസൈനുകളും തോമസ് ഐസക്കിന് ഒരു പക്ഷേ ഗുണം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തലുണ്ട്. മാത്രമല്ല, നിലവിലുള്ള ആന്റോ ആന്റണിയോടുള്ള അതൃപ്തിയും ഒരുപക്ഷെ തോമസ് ഐസക്കിന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനവും ഒരുപക്ഷെ ഇടതിന് അനുകൂലമാകാം. ഇനി അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവമുഖമാണ് എന്നുള്ള വലിയ സവിശേഷതയുണ്ട്. അതുകൂടാതെ തന്നെ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ഒരുപക്ഷെ അനിൽ ആന്റണിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. മാത്രമല്ല, അനിൽ ആന്റണി കളത്തിലിറങ്ങിയതിന് ശേഷം നരേന്ദ്രമോദിയുടെ വരവ് പോലും ഒരു അർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മോദി തരംഗത്തിനുള്ള തുടക്കമിടാനോ സഹായകമായി എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഇതിനെല്ലാം പുറമെ LDF-ഉം UDF-ഉം മാറി മാറി ഭരിക്കുന്ന സാഹചര്യത്തിലെ ഭരണവിരുദ്ധതയും ഒരുപക്ഷെ അനിൽ ആന്റണിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു മാറ്റം യഥാർത്ഥത്തിൽ അനിൽ ആന്റണിക്ക് വോട്ടായി മാറാനുള്ള സാധ്യതയേറെയാണ്. അടുത്തത് UDF-ന്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയെ മുൻനിർത്തി പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പത്തനംതിട്ട എന്നത് കോൺഗ്രസിന്റെ തന്നെ ഉരുക്കുകോട്ടയാണ്. മണ്ഡലം രൂപീകൃതമായതു മുതൽ UDF-ന് ഒപ്പമായിരുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. മാത്രമല്ല, ആന്റോ ആന്റണി മുൻ MP ആയിരുന്നു എന്നുള്ളതും ജനങ്ങൾക്കിടയിലെ സ്വാധീനവും പത്തനംതിട്ട ജില്ലയിലെ ഓരോ മുക്കും മൂലയും അറിയാമെന്നുള്ളതും ആന്റോ ആന്റണിക്ക് ഒരുപക്ഷെ ഗുണമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. എന്നാൽ ഇവയ്ക്കെല്ലാം പുറമെ പ്രവാസികൾ കൂടുതലുള്ള ജില്ല, തീർത്ഥാടനങ്ങളുടെ തലസ്ഥാനം, കർഷകരുടെ നാട് എന്നിങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് പത്തനംതിട്ടയ്ക്ക്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചെറുപതിപ്പായ മണ്ഡലത്തിൽ ഹൈടെക് ബാങ്ക് ശാഖകൾ യഥാർത്ഥത്തിൽ ആ ഗ്രാമങ്ങൾക്ക് ഐശ്വര്യമാണ്. രണ്ടാൾ കൂടുന്നിടത്തൊക്കെ തലമുറ വ്യത്യാസമില്ലാത്ത ചർച്ച സമ്പദ് വ്യവസ്ഥയെ പച്ചപിടിപ്പിക്കുന്ന ഏതു രാജ്യത്തിന്റെയും സാധ്യതകളാണ്. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള കുടിയേറ്റ പ്രശ്നങ്ങളും ഈ വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും നഴ്സുമാരുടെ വേതനവും ഇവിടെ ദേശീയ പ്രശ്നം തന്നെയാണ്. ലോകത്തിന്റെ ചെറുത്തുനിൽപ്പാണെങ്കിലും ഒരു നഗരമായി പോലും വികസിക്കാൻ കഴിയാത്ത ജില്ലാ ആസ്ഥാനത്തേക്ക് ഇന്നും ഗതാഗത സൗകര്യം കുറവാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിൽ ഇനിയും സ്റ്റോപ്പുകളില്ലാത്ത നിരവധി ട്രെയിനുകളുമുണ്ട്. ഭൂമിശാസ്ത്രപരമായി പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആശ്രയം. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ജില്ലാ ആസ്ഥാനത്തേക്ക് പോലും എത്തിപ്പെടാനുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലൂടെ കടന്നുപോകുന്ന പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും ഗ്രീൻഫീൽഡ് ഹൈവേയും ചെങ്ങന്നൂർ പമ്പ തീരദേശ റെയിൽപാതയും വിട്ടൊഴിയാത്ത സിൽവർ ലൈനും ഇതുമായി ബന്ധപ്പെട്ട ഭൂവിഷയങ്ങളും വോട്ട് പെട്ടിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യം തീർച്ചയാണ്. പോരാട്ടത്തിൽ ഹാട്രിക് തികച്ച് സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി 4ാം അംഗത്തിന് ഇറങ്ങിയപ്പോൾ അക്ഷമരായി കാത്തിരുന്ന UDF ക്യാമ്പ് പകൽ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് സജീവമായിരുന്നു എന്നുള്ളത് ആ സംഘടനാ പ്രവർത്തനം കാണിച്ചു തരുന്നുണ്ട്. മണ്ഡലം പിടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത്. ലോക്സഭയിലേക്ക് തോമസ് ഐസക്കിന്റെ കന്നി അംഗവുമാണത്. CPM ജില്ലാ ഘടകത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം 1.5 വർഷമായി പത്തനംതിട്ടയിലെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു. തിരുവല്ലയിൽ AKG പഠന കേന്ദ്രത്തിന്റെ ചുമതലയിൽ ജനുവരി മധ്യത്തോടെ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ പ്രവാസികളിലേക്കും അതുവഴി ഐസക് പ്രചരണ രംഗത്തേക്കും കടന്നിരുന്നു. ഇതിനെ തുടർച്ചയായി നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോബ് സ്റ്റേഷനുകളും തുറന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥിയായി NDA എത്തിച്ച അനിൽ ആന്റണിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ട്
പത്തനംതിട്ടയിലെത്തിയത്. AK ആന്റണിയുടെ മകനെന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് BJP ദേശീയ നേതൃത്വം അനിൽ ആന്റണിക്ക് നൽകുന്നത്. അനിലിനെതിരെ ഉയരുന്ന എതിർപ്പുകളെ വകവെക്കുന്നില്ലെന്ന സന്ദേശം കൂടി ഈ സമ്മേളനത്തിലൂടെ മോദി കേരള നേതൃത്വത്തിന് നൽകിയും കഴിഞ്ഞിരുന്നു. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ഒട്ടേറെ സവിശേഷതകളുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF കോട്ട നിലനിർത്തുമോ അതോ തോമസ് ഐസക് ചരിത്രമാകുമോ എന്ന് കണ്ടറിയാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം.